ബാലരാമപുരത്ത് 2 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ശ്രീധുവിനെതിരെ പരാതി നൽകിയ ആളുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് സമീപം വച്ചാണ് നിയമനത്തിനായുള്ള വ്യാജരേഖ ശ്രീധു പരാതിക്കാരന് കൈമാറിയത്. സംഭവത്തിൽ കൂടുതൽ പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് കാരണം എന്താണെന്നറിയാതെ പോലീസ് വട്ടം കറങ്ങുമ്പോഴാണ് അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതികളുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. ഇതിൽ നെയ്യാറ്റിൻകര സ്വദേശി ഷിജുവിന്റെ പരാതിയിലാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ നിയമനം വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് പരാതി. ദേവസ്വം ബോർഡിൽ സെക്ഷൻ ഓഫീസർ എന്നാണ് ശ്രീധു പരിചയപ്പെടുത്തിയത്. 1 വർഷം മുൻപ് ശ്രീധുവിന്റെ പേരിലുള്ള വ്യാജ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഡ്രൈവറായി നിയമിച്ചുള്ള ഉത്തരവ് കൈമാറി. 28,000 രൂപ ശമ്പളമെന്നാണ് ഉത്തരവിലുള്ളത്. ശ്രീധുവിന്റെ ഒഫീഷ്യൽ ഡ്രൈവർ എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഷിജുവിനെ ദേവസ്വം ഓഫീസിൽ കയറ്റിയിരുന്നില്ല. ആവശ്യം വരുമ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ കാറുമായി എത്താനായിരുന്നു എപ്പോഴും നിർദ്ദേശിച്ചിരുന്നത്. അവിടെ വെച്ച് ശ്രീധു കാറിൽ കയറും. തുടക്കത്തിൽ ശമ്പളം കൃത്യമായി തന്നു. പിന്നീട് കുടിശ്ശിക വന്നു. പരാതിപ്പെട്ടപ്പോൾ 1 ലക്ഷം രൂപ ഒരുമിച്ച് നൽകി. കുഞ്ഞു മരിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കണ്ടപ്പോഴാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായതെന്നാണ് ഷിജുവിന്റെ മൊഴി. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീധു സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയത് ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. തട്ടിപ്പിന് സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറിയിരുന്നു. ശ്രീധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.